യാത്ര തഞ്ചാവൂരിലേക്കാണ്. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും രാത്രി 12:30 എടുക്കുന്ന ചെമ്മൊഴി എക്സ്പ്രസ് ട്രെയിൻ വെളുപ്പിനെ 5:50 ആയപ്പോഴേക്കും തഞ്ചാവൂരിലെത്തി. ആദ്യം ബൃഹദീശ്വര ക്ഷേത്രത്തിലേക്കാണ് പോയത്. ബൃഹദീശ്വര ക്ഷേത്രം പ്രാദേശികമായി പെരിയ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. തഞ്ചാവൂരിൽ കാവേരി നദിയുടെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചോള വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഒരു ഹിന്ദു ക്ഷേത്രമാണ്. ബൃഹദീശ്വര ക്ഷേത്രത്തിന് ദക്ഷിണമേരു എന്നും വിളിപ്പേരുണ്ട്. ശിവനാണ് പ്രതിഷ്ഠ. ചോള ചക്രവർത്തിയായ രാജരാജ ഒന്നാമൻ 1003-നും 1010-നും ഇടയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം ലോക പൈതൃക പട്ടികയിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഗ്രേറ്റ് ലീവിംഗ് ചോള ടെമ്പിൾസ് എന്നറിയപ്പെടുന്ന യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലത്തിൻ്റെ ഭാഗമാണ് ബൃഹദീശ്വര ക്ഷേത്രം. തഞ്ചാവൂരിൽ തന്നെയുള്ള ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും ഐരാവതേശ്വര ക്ഷേത്രവും യുനെസ്കോയുടെ ഈ പട്ടികയിൽപ്പെടുന്നതാണ്. ചാലൂക്യന്മാരുടെ ഭരണകാലത്ത് 5-ാം നൂറ്റാണ്ട് മുതൽ 9-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ തമിഴ് ക്ഷേത്രശൈലികളുടെ ഒരു ശ്രേണി വികസിച്ചുകൊണ്ടിരുന്നു. ചാലൂക്യർക്ക് ശേഷം 850-നും 1280-നും ഇടയിൽ ചോളർ പ്രബല രാജവംശമായി ഉയർന്നു വന്നു. ആദ്യകാലങ്ങളിൽ ചോളർ തങ്ങളുടെ രാഷ്ട്ര അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതിന് കൂടുതൽ ശ്രദ്ധ നൽകിയെങ്കിൽ 10-ാം നൂറ്റാണ്ട് മുതൽ വാസ്തുവിദ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി തുടങ്ങി. അതിനുശേഷം ചോള സാമ്രാജ്യത്തിനുള്ളിൽ ചതുരാകൃതിയിലുള്ള ശിലാഗോപുരങ്ങൾ ഉയർന്നു വന്നു. ഇത് പുതിയ ചോള ശൈലിയുടെ തുടക്കത്തെ സൂചിപ്പിച്ചതായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1003-നും 1010-നും ഇടയിൽ നിർമ്മിച്ച ബൃഹദീശ്വര ക്ഷേത്രത്തിൽ ഈ ദക്ഷിണേന്ത്യൻ ശൈലി അതിൻ്റെ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. നിങ്ങൾ ബൃഹദീശ്വര ക്ഷേത്രം സന്ദർശിക്കാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ കഴിവതും രാവിലെയോ വൈകുന്നേരമോ തിരഞ്ഞെടുക്കുക. 11 മണിയാകുമ്പോഴേക്കും വെയിലേറ്റ് ക്ഷേത്രത്തിന് ചുറ്റും നിലത്ത് വിരിച്ച കല്ലുകൾ ചുട്ടുപഴുക്കാൻ തുടങ്ങും. നിങ്ങൾ തഞ്ചാവൂർ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ദിവസവും രാത്രി 9:45-ന് എറണാകുളം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന കാരയ്ക്കൽ എക്സ്പ്രസ്സിന് സീറ്റ് ബുക്ക് ചെയ്യുക. രാത്രി 9:45-ന് എറണാകുളത്ത് നിന്നെടുക്കുന്ന ട്രെയിൻ പിറ്റേ ദിവസം രാവിലെ 9 മണിയാകുമ്പോഴേക്കും തഞ്ചാവൂർ ജംഗ്ഷനിലെത്തും. ആ ട്രെയിൻ തന്നെ വൈകിട്ട് 5:20 ആകുമ്പോൾ തഞ്ചാവൂർ വരും. അതിൽ കയറിയാൽ പിറ്റേ ദിവസം രാവിലെ 7 മണിയാകുമ്പോഴേക്കും എറണാകുളം ജംഗ്ഷനിലെത്താം. ബൃഹദീശ്വര ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം തഞ്ചാവൂർ പാലസിലെത്തി. തഞ്ചാവൂർ കൊട്ടാരം നായക് രാജവംശത്തിലെ ഭരണാധികാരികളാണ് നിർമ്മിച്ചത്. നായക് രാജവംശത്തിൻ്റെ പതനത്തിന് ശേഷം ഇത് മറാത്തകളുടെ കയ്യിലെത്തി. 1799 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി തഞ്ചാവൂർ പിടിച്ചടക്കിയപ്പോഴും കൊട്ടാരത്തിൻ്റെയും ചുറ്റുമുള്ള കോട്ടയുടെയും ആധിപത്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനി മറാത്തകൾക്ക് വിട്ടുകൊടുത്തു. കൊട്ടാര സമുച്ചയത്തിൽ സദർ മഹൽ കൊട്ടാരം, രാജ്ഞിയുടെ മുറ്റം, ദർബാർ ഹാൾ എന്നിവ ഉൾപ്പെടുന്നു. കൊട്ടാരത്തോട് ചേർന്ന് സരസ്വതി മഹൽ ലൈബ്രറിയും പ്രവർത്തിക്കുന്നുണ്ട്. റോയൽ പാലസ് മ്യൂസിയത്തിൽ ചോള കാലഘട്ടത്തിലെ ഭരതനാട്യ മുദ്രകളുള്ള പ്രതിമകളുടെ മനോഹരമായ ശേഖരം അടങ്ങിയിരിക്കുന്നു. രാജാ സർഫോജി മെമ്മോറിയൽ ഹാളും റോയൽ പാലസ് മ്യൂസിയവും സദർ മഹൽ കൊട്ടാരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഒരു മണിഗോപുരവും കൊട്ടാരത്തോട് ചേർന്നുണ്ട്. വീണ, തമ്പുരു, വയലിൻ, മൃദംഗം, തവിൽ തുടങ്ങിയ സംഗീത ഉപകരണങ്ങളുടെ നിർമ്മാണം തഞ്ചാവൂരിലെ മറ്റൊരു സാമ്പത്തിക പ്രവർത്തനമാണ്. സംഗീത ഉപകരണ നിർമ്മാണശാലയിൽ നിന്നിറങ്ങി നേരെ പോയത് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. തഞ്ചാവൂർ, മയിലാടുതുറൈ
passenger from Tanjavur to Mayiladuthurai via Papanasam, Kumbakonam. ഉച്ചയ്ക്ക് 12:04 തഞ്ചാവൂർ ജംഗ്ഷനിലെത്തുന്ന ജനശതാബ്ദി എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ കുംഭകോണത്തേക്ക് യാത്രയായി. കാവേരി നദി ഫലഭൂയിഷ്ഠമാക്കിയ മണ്ണാണ് തഞ്ചാവൂരിലേത്. തഞ്ചാവൂരിൻ്റെ 58% ഭൂമി കൃഷിക്ക് അനുയോജ്യമാണ്. തമിഴ്നാടിൻ്റെ നെല്ലറയാണ് തഞ്ചാവൂർ. കൃഷിയാണ് പരമ്പരാഗത തൊഴിലെങ്കിലും ഇപ്പോൾ ജനസംഖ്യയുടെ 7% മാത്രമേ കൃഷിയിൽ പങ്കാളികളാവുന്നുള്ളൂ. നഗരത്തിൽ പ്രധാന സാമ്പത്തിക സ്രോതസ്സായി വർത്തിക്കുന്ന കാർഷിക അനുബന്ധ വ്യാപാരങ്ങളുണ്ട്. അവർ പുതിയ സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നു. കേരളത്തെ അപേക്ഷിച്ച് പുതിയ സാങ്കേതിക വിദ്യകൾ പരിചയമുള്ള കർഷകരാണ് തമിഴ്നാട്ടിലുള്ളത്. കുംഭകോണത്ത് നിന്ന് ഓട്ടോയിൽ ഞങ്ങൾ ഐരാവതേശ്വര ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രത്തിലെത്തിയപ്പോൾ 1 മണിയാകാറായി. ക്ഷേത്രനട അടച്ചിരിക്കുകയായിരുന്നു. എങ്കിലും ക്ഷേത്രം ചുറ്റിനടന്ന് കാണാൻ സന്ദർശകർക്ക് സൗകര്യമുണ്ട്. ക്ഷേത്രത്തിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഭക്ഷണം കഴിക്കാമെന്ന തീരുമാനത്തിൽ ഞങ്ങൾ നടന്നു. തഞ്ചാവൂർ ജില്ലയിൽപ്പെട്ട കുംഭകോണത്തിനടുത്തുള്ള ധാരാസുരം ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ് ഐരാവതേശ്വരർ ക്ഷേത്രം. 12-ാം നൂറ്റാണ്ടിൽ ചോളരാജാവായ രാജരാജ രണ്ടാമനാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ക്ഷേത്രത്തിന് 900 വർഷം പഴക്കമുണ്ട്. ബൃഹദീശ്വര ക്ഷേത്രവും ഐരാവതേശ്വര ക്ഷേത്രവും ഗംഗൈകൊണ്ട ചോളപുരം ക്ഷേത്രവും തഞ്ചാവൂർ ജില്ലയിലുള്ള അനശ്വര ചോള ക്ഷേത്രങ്ങളായി കണക്കാക്കുന്നു. 1987 ബൃഹദീശ്വര ക്ഷേത്രത്തെ യുനെസ്കോ ലോക പൈതൃക സ്ഥലമായി പ്രഖ്യാപിക്കുന്നത്. പിന്നീട് 2004 ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രവും ഐരാവതേശ്വര ക്ഷേത്രവും ലോക പൈതൃക സ്ഥലങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടത്. തമിഴ്നാട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഐരാവതേശ്വരർ ക്ഷേത്രത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ചോള രാജാക്കന്മാരിൽ ഒരാളായ രാജരാജ രണ്ടാമൻ നിർമ്മിച്ച മനോഹരമായ ഒരു ആർട്ട് ഗ്യാലറിയാണ് ഈ ക്ഷേത്രം. ശില്പിയുടെ സ്വപ്നം എന്ന് വിദഗ്ധർ കരുതുന്ന ഈ ക്ഷേത്രം വളരെ സങ്കീർണമായ ചെറുതും വലുതുമായ ശില്പങ്ങളാൽ സമ്പന്നമാണ്. മണ്ഡപത്തിലെ തൂണുകളെല്ലാം സങ്കീർണമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. ഐരാവതേശ്വര ക്ഷേത്രം ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വാസ്തുവിദ്യയുടെ ചരിത്രത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ഒരു ദക്ഷിണേന്ത്യൻ ക്ഷേത്രശൈലിയാണ് ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലി. 6-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ കർണാടക മേഖലയിൽ ചാലൂക്യ ഭരണത്തിന് കീഴിൽ അക്കാലത്തെ ഇന്ത്യൻ വാസ്തുവിദ്യാ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു പുതിയ തമിഴ് വാസ്തുവിദ്യാ ശൈലി ഉയർന്നു വരാൻ തുടങ്ങി. 4-ാം നൂറ്റാണ്ട് മുതൽ 6-ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന ഗുപ്ത സാമ്രാജ്യത്തിലെ ബുദ്ധമത കെട്ടിടങ്ങളിൽ ഈ ശൈലിയുടെ കാതൽ കാണാൻ കഴിയും. പിന്നീട് 7-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം മുതൽ പല്ലവ, ചോള, പാണ്ഡ്യ, വിജയനഗര, നായക് രാജവംശങ്ങളുടെ കീഴിൽ ദ്രാവിഡ വാസ്തുവിദ്യാ ശൈലി വളർന്ന് ഉയർന്ന തലത്തിലെത്തി. ദ്രാവിഡ വാസ്തുവിദ്യയെ പല ഉപവിഭാഗങ്ങളായി വിഭജിച്ച് മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് പല്ലവ കാലഘട്ടം, ചോള കാലഘട്ടം, പാണ്ഡ്യ കാലഘട്ടം, വിജയനഗര കാലഘട്ടം, നായക് കാലഘട്ടം എന്നിങ്ങനെ. 5-ാം നൂറ്റാണ്ട് മുതൽ 7-ാം നൂറ്റാണ്ട് വരെ പ്രചാരത്തിലുണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്ന മായാമാത, മാനസാര എന്നീ 2 ശില്പഗ്രന്ഥങ്ങളിൽ ദ്രാവിഡ ശൈലിയിലുള്ള വാസ്തുശാസ്ത്ര രൂപകൽപ്പന, നിർമ്മാണം, ശില്പം, ജോയിൻ്ററി എന്നിവയെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. ഈ ബുക്കുകൾ ഓൺലൈനിൽ ലഭ്യമാണ്. ദക്ഷിണേന്ത്യയിലെ മറ്റൊരു നിർമ്മാണകലയെ വിവരിക്കുന്ന 9-ാം നൂറ്റാണ്ടിലെ മറ്റൊരു ഗ്രന്ഥമാണ് ഈശാന ശിവ ഗുരുദേവ പദ്ധതി. ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ബുക്ക് ആഗമങ്ങളാണ്. തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ആഗമങ്ങൾ. പരമ്പരാഗത ദ്രാവിഡ വാസ്തുവിദ്യയും പ്രതീകാത്മകതയും ആഗമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ക്ഷേത്ര നിർമ്മാണത്തിൻ്റെയും മൂർത്തി നിർമ്മാണത്തിൻ്റെയും രീതികൾ, ദേവതകളെ ആരാധിക്കുന്ന മാർഗങ്ങൾ, ദാർശനിക സിദ്ധാന്തങ്ങൾ, ധ്യാന പരിശീലനങ്ങൾ, 6 മടങ്ങ് ആഗ്രഹങ്ങൾ നേടിയെടുക്കൽ, 4 തരം യോഗ എന്നിവയെ ഉൾക്കൊള്ളുന്ന തമിഴ് സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ഒരു ശേഖരമാണ് ആഗമങ്ങൾ.
ഇത് ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രമാണ്. തമിഴ്നാട്ടിലെ ഒരു പ്രധാന പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രമാണ് തഞ്ചാവൂർ. 1991 നഗരത്തിൽ 200 പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രങ്ങളുണ്ടായിരുന്നു. 80,000-ഓളം ആളുകൾ പട്ടുനൂൽ നെയ്ത്ത് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്നു. തഞ്ചാവൂരിന് ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പട്ടുസാരികൾ തഞ്ചാവൂരിലും സമീപ പ്രദേശങ്ങളിലും വിൽക്കുന്നു. വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചിലവും വൻകിട ഉൽപ്പാദകരിൽ നിന്നുള്ള മത്സരവും പട്ടുനൂൽ തുണിത്തരങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. കുംഭകോണം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു ക്ഷേത്രക്കുളമാണ് മഹാമഹം ടാങ്ക്. 21 ഏക്കർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ കുളം ട്രപ്പസോയിഡൽ ആകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കുളത്തിനുള്ളിൽ 21 കിണറുകളുണ്ട്. ഓരോ കിണറും ഹിന്ദു ദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാമഹം കുളത്തിൻ്റെ പൗരാണികത വാസ്തുവിദ്യയിൽ നിന്നും പരിസര പ്രദേശങ്ങൾ ഖനനം ചെയ്തപ്പോൾ കിട്ടിയ ശിലാലിഖിതങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. തഞ്ചാവൂരിലെ രഘുനാഥ നായിക്കിൻ്റെ തലവനായ ഗോവിന്ദ ദീക്ഷിതർ ഈ കുളത്തിനു ചുറ്റും 16 മണ്ഡപങ്ങളും കൽപ്പടവുകളും നിർമ്മിച്ചു. 1445 കൃഷ്ണദേവരായർ മഹാമഹം കുളം സന്ദർശിച്ചതായി ചെങ്കൽപ്പെട്ട് ജില്ലയിലെ നാഗൽപുരം ഗ്രാമത്തിലെ ഗോപുരത്തിൽ കണ്ടെത്തിയ ഒരു ശിലാലിഖിതത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ 12 വർഷത്തിലൊരിക്കൽ ഈ കുളത്തിൽ നടക്കുന്ന കുംഭമേള മഹോത്സവത്തിന് കൃഷ്ണദേവരായർ പങ്കെടുത്തതായി കുറ്റാലത്തെ ശിവക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയ ശിലാലിഖിതത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പഴയകാല സാഹിത്യകൃതികളിലും മഹാമഹം കുളത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഭവിഷ്യപുരാണം മഹാമഹം കുളത്തിൻ്റെ പ്രാധാന്യത്തെയും ഉത്സവത്തെയും കുറിച്ച് പരാമർശിക്കുന്നു. പെരിയ പുരാണത്തിൻ്റെ രചയിതാവായ സെക്കിഴർ മഹാമഹം കുളത്തിലെ പുണ്യതീർത്ഥത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും ആവർത്തിച്ചു വരുന്ന ക്ഷേത്രോത്സവങ്ങളെ ചരിത്രകാരന്മാർ കാണുന്നത് ഭൂതകാലവുമായുള്ള തുടർച്ചയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പരീക്ഷണമായിട്ടാണ്. അങ്ങനെയെങ്കിൽ കുംഭകോണത്തെ ഈ മഹാമഹം കുളത്തിൽ നടക്കുന്ന ഉത്സവങ്ങളും ഭൂതകാലത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു തുടർച്ചയായി കണക്കാക്കാം.